ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇടുക്കിക്കാരി ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ റോസ്റ്റാണ്. നമ്മൾ സവോള ചേർക്കുന്നുണ്ടെങ്കിലും അത് വഴറ്റി സമയം കളയുന്നില്ല, അതുപോലെ തന്നെ ചിക്കൻ വറുക്കുന്നില്ല. വളരെ ഈസി ആയിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന, ജോലിക്ക് പോകുന്നവർക്കും അതുപോലെ തന്നെ തിരക്കുള്ളവർക്കും ഒക്കെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ. നമുക്ക് റോസ്റ്റ് തയ്യാറാക്കി തുടങ്ങാം. അപ്പോൾ അതിനായിട്ട് ആദ്യമേ നമുക്ക് വേണ്ടത് ചൂട് കട്ടിയുള്ള ഒരു കടായിയാണ് കേട്ടോ. നിങ്ങൾ ഏത് പാത്രമാണ് എടുക്കുന്നെങ്കിലും നല്ല കട്ടിയുള്ള ഒരു പാത്രം എടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. അതിനുശേഷം എണ്ണയൊന്നും ഈ പാത്രത്തിലോട്ട് ഒഴിക്കാതെ തന്നെ നമ്മൾ ഇതിലോട്ട് ചിക്കൻ ഇട്ട് കൊടുക്കുകയാണ്. ഞാനിവിടെ ഒരു 10-16 പീസ് ചിക്കനാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. മീഡിയം സൈസിലുള്ള 10-16 പീസ് മാത്രമാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അതിനുശേഷം ഇതിലോട്ടൊരു 3/4 സ്പൂണ് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്, 3/4 ടീസ്പൂൺ ഉപ്പ്, ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി ചേർത്തതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മൾ ചേർത്ത ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ എല്ലാ പീസസിലും നന്നായിട്ട് പിടിക്കത്തക്ക വിധത്തിൽ മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് ഒരടപ്പ് കൊണ്ട് അടച്ചു വെച്ചിട്ട് ഇത് വേകുന്നിടം വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ വെള്ളമൊന്നും ചേർക്കാതെയാണ് കേട്ടോ ഇത് മൂടി വെച്ച് കൊടുത്തിരിക്കുന്നത്. ഏകദേശം 10 മിനിറ്റ് സമയത്തോളം ഇത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്തെടുത്തിട്ടുള്ളതാണിത്. അപ്പോഴേക്കും ചിക്കനിൽ നിന്ന് വെള്ളമൊക്കെ ഇറങ്ങി ഇത് ഒരു പകുതിയോളം വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. 10 മിനിറ്റ് കൊണ്ട് തന്നെ ഇത് പകുതിയോളം വെന്ത് കിട്ടും. ഇനി ഇതിനകത്ത് കാണുന്ന ഈ ഒരു വെള്ളം കൂടി നമ്മൾ വറ്റിച്ചെടുക്കുകയാണ്. ഏകദേശം ഒരു 10 മിനിറ്റ് സമയം കഴിഞ്ഞപ്പോഴേക്കും ഇതിലെ വെള്ളമൊക്കെ കംപ്ലീറ്റ് ആയിട്ട് വറ്റിയിട്ടുണ്ട്. ചെറുതായിട്ടുള്ള ചിക്കനിൽ നിന്ന് തന്നെ ഇറങ്ങിയ ആ എണ്ണമയമൊക്കെയാണ് കേട്ടോ ഇപ്പം നിങ്ങൾക്ക് ഇതിനകത്ത് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിലോട്ട് ആവശ്യത്തിനുള്ള പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കണം. മീഡിയം ഫ്ലെയിമിലും സിമ്മിലും ഒക്കെ മാറ്റി ഇട്ടതിന് ശേഷമാണ് കേട്ടോ ഇത് കുക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി പൊടികൾ ഇട്ട് കൊടുക്കുകയാണ്. 1 സ്പൂൺ എരിവുള്ള മുളക് പൊടി, 2 സ്പൂൺ മല്ലിപ്പൊടി, 2 സ്പൂൺ മീറ്റ് മസാല, പിന്നെ ഒരു 3 ടീസ്പൂണാണ്, എല്ലാം ടീസ്പൂൺ അളവിലാണ് കേട്ടോ പറയുന്നത്, 3 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ. ഇത്രയും പൊടികളാണ് ഞാൻ ഇതിനകത്തോട്ട് ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നത്. ഫ്ലെയിം കുറച്ച് വെക്കുക എന്നുള്ള കാര്യം മറന്നു പോകരുത്. കാരണം എണ്ണയൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ പൊടികൾ പെട്ടെന്ന് കരിഞ്ഞു പോകാനായിട്ടുള്ള ചാൻസ് കൂടുതലാണ്. നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പൊടികളൊക്കെ കഷ്ണത്തിൽ നന്നായിട്ട് പിടിക്കട്ടെ. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇത്രയും കഴിഞ്ഞാൽ അടുത്തതായിട്ട് ചെയ്യേണ്ടത് ഒരു 2 സ്പൂൺ വെളിച്ചെണ്ണ കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക എന്നുള്ളതാണ്. വെളിച്ചെണ്ണ തന്നെ ചേർക്കാനായിട്ട് ശ്രദ്ധിക്കുക, കാരണം കറിക്ക് ടേസ്റ്റ് കൂടുന്നത് വെളിച്ചെണ്ണ ചേർക്കുമ്പോഴായിരിക്കും. അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തുകൂടി എടുക്കുക. അപ്പം ഞാനിവിടെ വളരെ കുറച്ച് അളവിലാണ് ചിക്കൻ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് എത്രയാണോ ആവശ്യമുള്ളത് അതനുസരിച്ച് ചിക്കൻ എടുക്കുക. അതിനനുസരിച്ച് ഇൻഗ്രീഡിയൻസിൻ്റെ അളവിലും മാറ്റം വരുത്തുക. ഇനി നമുക്ക് ബാക്കി ഇൻഗ്രീഡിയൻസ് കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ 2 വലിയ സവോള ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചത്, പിന്നെ ഒരു കഷ്ണം ഇഞ്ചി നീളത്തിലരിഞ്ഞത്, ഒരു 10-12 അല്ലി വെളുത്തുള്ളി തൊലി കളഞ്ഞെടുത്തിട്ടുള്ളത്, പിന്നെ 2-3 പച്ചമുളക് നടുവേ കീറിയിട്ടുള്ളത്, ആവശ്യത്തിനുള്ള കറിവേപ്പില. ഇതൊക്കെയാണ് കേട്ടോ ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നത്. ആവശ്യത്തിനുള്ള ഉപ്പ് പൊടിയും കൂടി ചേർക്കുക കേട്ടോ. ഒരു 1/2 സ്പൂണോളം ഉപ്പ് പൊടിയാണ് ഞാനിപ്പോൾ ഇവിടെ ചേർത്തിരിക്കുന്നത്. ഇതെല്ലാം കൂടി ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത്രയായി കഴിഞ്ഞാൽ ഇനി ഞാൻ ഇതിലോട്ട് ഒരു 1.5 ടീസ്പൂണോളം വെളിച്ചെണ്ണ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞായിരുന്നല്ലോ, സവോളയൊന്നും നമ്മൾ വഴറ്റിയിട്ടല്ല ചേർക്കുന്നത്. സവോള മാത്രമല്ല, ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ഇതൊന്നും നമ്മൾ വഴറ്റിയിട്ടല്ല ചേർക്കുന്നത്. എല്ലാം പച്ചയ്ക്കാണ് കേട്ടോ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നമ്മളിതിലോട്ട് ചേർത്ത സവോളയും വെളുത്തുള്ളി, ഇഞ്ചിയും പച്ചമുളകും ഒക്കെ നന്നായിട്ടൊന്ന് വെന്ത് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഇതിൻ്റെ അടപ്പ് കൊണ്ട് മൂടി വെച്ചിട്ടാണ് കേട്ടോ ഇത് കുക്ക് ചെയ്തെടുക്കുന്നത്. നമ്മൾ വഴറ്റി സമയമൊന്നും കളയുന്നില്ല, നമ്മളിത് മൂടി വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാൻ പോവാണ്. പിന്നെ ചൂടുകട്ടിയുള്ള ഒരു പാത്രത്തിൽ തന്നെ ഇത് കുക്ക് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം നന്നായിട്ട് മൊരിഞ്ഞ് കിട്ടണം എന്നുണ്ടെങ്കിൽ നല്ല കട്ടിയുള്ള പാത്രത്തിൽ തന്നെ നമ്മളിത് കുക്ക് ചെയ്തെങ്കിൽ മാത്രമേ നന്നായിട്ട് മൊരിഞ്ഞ് ആ ഒരു റോസ്റ്റിൻ്റെ ആ ഒരു തനത് രുചിയിൽ നമുക്കിത് കിട്ടത്തുള്ളൂ. അതുകൊണ്ടാണ് കട്ടിയുള്ള പാത്രം എടുക്കണമെന്ന് ഞാൻ പറയുന്നത്. ഈ ഒരു റോസ്റ്റ് തയ്യാറാക്കുന്ന സമയത്ത് മീഡിയം ഫ്ലെയിമിലും സിമ്മിലും ആയിട്ടാണ് കേട്ടോ നമ്മളിത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇതിൻ്റെ മൂടി തുറന്നിട്ട് 2 മിനിറ്റ് 3 മിനിറ്റ് ഒക്കെ കൂടുന്ന സമയത്ത് ഇതിൻ്റെ മൂടി തുറന്നിട്ട് ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ തന്നെ കണ്ടോ ഇതിൻ്റെ കളറൊക്കെ മാറി നല്ല ഡാർക്ക് കളറിലോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുപോലുള്ള നല്ല കട്ടിയുള്ള ഒരു ചട്ടിയിലിട്ടിട്ട് ഇതുണ്ടാക്കിയെങ്കിൽ മാത്രമേ ഇതുപോലെ നല്ല ഡാർക്ക് കളറിലോട്ട് വരുള്ളൂ. അതുപോലെ നല്ല ടേസ്റ്റി ആയിട്ടും കിട്ടത്തുള്ളൂ കേട്ടോ. അപ്പോൾ വീണ്ടും അതിൻ്റെ കളർ നല്ല ഡാർക്കായിട്ട് വരുന്നുണ്ട്. അതിനർത്ഥം ചിക്കനും അതുപോലെ തന്നെ നമ്മൾ അതിനകത്ത് ചേർത്തിരിക്കുന്ന ചേരുവകളെല്ലാം നന്നായിട്ട് മൊരിഞ്ഞു വരുന്നു എന്നുള്ളതാണ് കേട്ടോ. തീ കുറച്ച് വെക്കാനായിട്ട് മറക്കരുത്, എങ്കിൽ മാത്രമേ ആ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടത്തുള്ളൂ.
അങ്ങനെ നമ്മുടെ ചിക്കൻ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തുകൊണ്ട് ഒരു 20 മിനിറ്റോളം ഇത് ചെറുതീയിലിട്ടിട്ട് നന്നായിട്ട് മുരിച്ചെടുത്തിട്ടുണ്ട്. നമ്മുടെ ചിക്കൻ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. കണ്ടോ, കാണുമ്പോൾ തന്നെ കഴിക്കാനായിട്ട് നിങ്ങൾക്ക് തോന്നില്ലേ, നല്ല മൊരിഞ്ഞ ഗ്രേവിയൊക്കെ ആയിട്ടുള്ള ചിക്കൻ റോസ്റ്റ്. തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ക്രിസ്മസ് ഒക്കെ അല്ലേ വരാൻ പോകുന്നത്, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതിനുശേഷം ഫീഡ്ബാക്സ് ഒക്കെ അറിയിക്കുക. അപ്പോൾ നമ്മുടെ ചാനലിലെ വീഡിയോസ് ഒക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറന്നു പോകരുത്. മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. Thank you so much for watching.